ഹലോ ഫ്രണ്ട്സ്, മൈസൂരിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് പ്ലേസുകളും അതിൻ്റെ റേറ്റ്, ടൈമിങ്, ലൊക്കേഷൻ തുടങ്ങിയ എല്ലാ ഡീറ്റെയിൽസും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് എൻ്റെ വീഡിയോ. മൈസൂരിലേക്ക് പോകുന്നവർ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണാം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. മൈസൂർ സൂവും അതിനടുത്ത് വരുന്ന സ്പോട്ടുകളാണ് വീഡിയോയിൽ ആദ്യം കാണിക്കുന്നത്. മൈസൂർ സൂ രാജ്യത്തെ മികച്ച മൂന്നാമത്തെ മൃഗശാലയാണ് മൈസൂർ സൂ. 157 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന മൃഗശാലയിൽ 1400-ലധികം മൃഗങ്ങളും 182 ഇനം പക്ഷികളും ഉണ്ട്. രാവിലെ 8:30 മുതൽ വൈകിട്ട് 5:30 വരെയാണ് ഇവിടേക്കുള്ള എൻട്രൻസ് ടൈം. മുതിർന്നവർക്ക് 100 രൂപയും കുട്ടികൾക്ക് 50 രൂപയുമാണ് ചാർജ് വരുന്നത്. ചൊവ്വാഴ്ച ദിവസം അവധിയാണ് കേട്ടോ. 4 കിലോമീറ്ററോളം നടന്ന് കാണാനുണ്ട്. മൃഗങ്ങളെ കണ്ട് നടക്കുമ്പോൾ നമ്മൾ ദൂരം അറിയേയില്ല. നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇലക്ട്രിക് വാൻ സൗകര്യവും ഉണ്ട്. മുതിർന്നവർക്ക് 200 രൂപയും പ്രായമുള്ളവർക്ക് 150 രൂപയുമാണ് അതിൻ്റെ ചാർജ്. വാനിൽ ഓരോ മൃഗങ്ങളുടെ കൂടിനടുത്ത് നിർത്തിത്തരും. കരഞ്ചി ലേക്ക് മൈസൂർ സൂവിനോട് ചേർന്നാണ് കരഞ്ചി തടാകത്തിൻ്റെ ലൊക്കേഷൻ വരുന്നത്. തടാകത്തിന് ചുറ്റുമായിട്ട് നാച്ചുറൽ പാർക്കും ബട്ടർഫ്ലൈ പാർക്കും വാക്ക് ത്രൂ ഏവിയറിയും ബോട്ടിങ്ങും ഉണ്ട്. ഈ തടാകത്തിൻ്റെ തീരത്ത് ഒരു മ്യൂസിയം വരുന്നുണ്ട്. 50 രൂപയാണ് ചാർജ് വരുന്നത്. 8:30 മുതൽ 5:30 വരെയാണ് പ്രവേശനം. ചൊവ്വാഴ്ച ദിവസം അവധിയാണ്. സൂവിൽ നിന്ന് ലേക്കിലേക്കും സൂവിലേക്കുമുള്ള കോംബോ ടിക്കറ്റ് അവൈലബിൾ ആണ്. നഗരത്തിൻ്റെ തിരക്കിൽ നിന്നൊക്കെ മാറിയിട്ട് കുറച്ച് സമയം ശാന്തമായിരിക്കാൻ പറ്റിയൊരു സ്പോട്ടാണ് കേട്ടോ ഇത്. നേച്ചറൊക്കെ ഇഷ്ടപ്പെടുന്നവർ മാത്രം പോവാം. അക്വ വേൾഡ് അണ്ടർ വാട്ടർ കടലിൻ്റെ അടിത്തട്ടിലെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റിയ ടണൽ അക്വേറിയമാണിത്. വിവിധ തരം മത്സ്യങ്ങൾ, കടൽ ജീവികളും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. 9 മണി മുതൽ 7 മണി വരെയാണ് പ്രവേശനം. മുതിർന്നവർക്ക് 300 രൂപയും കുട്ടികൾക്ക് 250 രൂപയുമാണ് ചാർജ് വരുന്നത്. സ്നോ പാലസ് സൂവിനടുത്ത് മഞ്ഞിൽ കളിക്കാനും സ്ലൈഡിങ്ങും DJ ഒക്കെയുള്ള സ്നോ പാർക്കാണിത്. രാവിലെ 10 മണി മുതൽ 8 മണി വരെയാണ് എൻട്രൻസ് ടൈം. 350 രൂപയാണ് കേട്ടോ ചാർജ് വരുന്നത്. വീക്കെൻഡിൽ ചാർജ് കൂടും. ഇതുകൂടാതെ മിറർ മേസ്, 3D ഇല്യൂഷൻസ് ഒക്കെ ഇവിടെയുണ്ട്. ഇതിനെല്ലാം സെപ്പറേറ്റ് ചാർജാണ് വരുന്നത്. നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം സൂവിൽ നിന്നും 2.5 കിലോമീറ്റർ മാറി പ്രകൃതി, പരിസ്ഥിതി, വന്യജീവികൾ, അവയുടെ സംരക്ഷണം എന്നിവ മനസ്സിലാക്കാൻ പറ്റിയൊരു മ്യൂസിയമാണിത്. ഇവിടേക്കുള്ള എൻട്രി ഫ്രീ ആണ്. 10 മണി മുതൽ 6 മണി വരെയാണ് ടൈമിംഗ് വരുന്നത്. തിങ്കൾ അവധിയാണ് കേട്ടോ. മെലഡി വേൾഡ് വാക്സ് മ്യൂസിയം സൂവിൽ നിന്നും 3 കിലോമീറ്റർ മാറി മ്യൂസിക് ഹിസ്റ്ററിയിലൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് പോകാൻ പറ്റിയൊരു സ്പോട്ടാണിത്. ലോകമെമ്പാടുമുള്ള സംഗീതോപകരണങ്ങൾ വായിക്കുന്ന ലൈഫ് സൈസ് പ്രതിമകളുടെ ഗാലറികളാണ് ഈ മ്യൂസിയത്തിലുള്ളത്. 60 രൂപയാണ് എൻട്രി ചാർജ്. 9:30 മുതൽ 7:30 വരെയാണ് ടൈമിംഗ് വരുന്നത്. ഹൊറർ ഹൗസ്, മിറർ മേസ് എല്ലാം ഇവിടെയുണ്ട്. അതിനെല്ലാം സെപ്പറേറ്റ് ചാർജ് വരുന്നുണ്ട് കേട്ടോ. ലളിത മഹൽ പാലസ് മൈസൂരിലെ ഏറ്റവും വലിയ 2ാമത്തെ കൊട്ടാരമാണ് ലളിത മഹൽ. മൈസൂർ മഹാരാജാവായിരുന്ന കൃഷ്ണരാജ വോഡയാർ 4ാമൻ്റെ കൽപ്പന പ്രകാരം 1921 ഇന്ത്യയുടെ വൈസ്രോയിയുടെ താമസത്തിനായി നിർമ്മിച്ചതാണ് ഈ കൊട്ടാരം. ഇപ്പോൾ ഇതൊരു ആഡംബര ഹോട്ടലാണ്. 100 രൂപ കൊടുത്താൽ പാലസിനകത്തെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. ഷീഷെൽ മ്യൂസിയം മെലഡി വാക്സ് മ്യൂസിയത്തിൽ നിന്ന് 1 കിലോമീറ്റർ മാറിയാണ് ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ ഇടം പിടിച്ച ഈ മ്യൂസിയത്തിൻ്റെ ലൊക്കേഷൻ വരുന്നത്. കടൽ ഷെല്ലുകളിൽ നിന്ന് നിർമ്മിച്ച വളരെ മനോഹരമായ ശില്പങ്ങളാണ് ഇവിടെയുള്ളത്. 60 രൂപയാണ് ചാർജ് വരുന്നത്. 9 മണി മുതൽ 6 മണി വരെയാണ് എൻട്രൻസ് ടൈം. സാൻ മ്യൂസിയം മൈസൂരിലെ ചാമുണ്ഡി കുന്നിന് സമീപമാണ് ഈ മ്യൂസിയത്തിൻ്റെ ലൊക്കേഷൻ വരുന്നത്.
പ്രശസ്ത മണൽ ശില്പ കലാകാരിയായ MN ഗൗരിയാണ് ഈ മ്യൂസിയം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. മണലും വെള്ളവും ചെറിയ അളവിലുള്ള പശയും ഉപയോഗിച്ച് മാത്രം സൃഷ്ടിച്ച ഈ മണൽ ശില്പങ്ങൾ എല്ലാവരെയും അമ്പരിപ്പിക്കുന്ന ഒരു കലാസൃഷ്ടിയാണ്. 150ഓളം മണൽ ശില്പങ്ങൾ ഈ മ്യൂസിയത്തിലുണ്ട്. 60 രൂപയാണ് ചാർജ് വരുന്നത്. രാവിലെ 8:30 മുതൽ 6:30 വരെയാണ് എൻട്രൻസ് ടൈം. ശുഗവന 1 ഏക്കർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന പക്ഷികളുടെ പുനരധിവാസത്തിനും ഉന്നമനത്തിനും വേണ്ടി നിലകൊള്ളുന്ന സങ്കേതത്തിൽ 450-ലധികം വ്യത്യസ്ത ഇനങ്ങളുള്ള പക്ഷികളുണ്ട്. ഇവിടേക്കുള്ള എൻട്രി ഫ്രീ ആണ്. ഫീഡിങ്ങിനും ബേർഡ്സിൻ്റെ കൂടെ ഫോട്ടോസൊക്കെ എടുക്കാനും പ്രത്യേകം ചാർജ് വരുന്നുണ്ട്. ബുധനാഴ്ച ദിവസം അവധിയാണ്. ഇതിനോട് ചേർന്ന് ആശ്രമവും ബോൺസായ് ഗാർഡനും മ്യൂസിയവും സ്ഥിതി ചെയ്യുന്നുണ്ട്. മ്യൂസിയത്തിലേക്കും ഗാർഡനിലേക്കും എൻട്രി ഫീ വരുന്നുണ്ട് കേട്ടോ. സെലിബ്രിറ്റി വാക്സ് മ്യൂസിയം ചാമുണ്ഡി ടെമ്പിളിനടുത്തുള്ള മ്യൂസിയത്തിൽ സംഗീതം, രാഷ്ട്രീയം, ചരിത്രം, സിനിമ തുടങ്ങി വിവിധ മേഖലകളിൽ നിന്നുള്ള വ്യക്തികളുടെ വാക്സ് പ്രതിമകൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. രാവിലെ 9 മണി മുതൽ 7 മണി വരെയാണ് ടൈമിംഗ് വരുന്നത്. 100 രൂപയാണ് എൻട്രി ഫീ. കുട്ടികൾക്കുള്ള ചെറിയൊരു പാർക്കും ഇവിടെയുണ്ട്. ചാമുണ്ഡി ഹിൽസ് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 3489 അടി ഉയരത്തിൽ ചാമുണ്ഡി മലയുടെ മുകളിലാണ് ചാമുണ്ഡേശ്വരി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മലമുകളിൽ നിന്നുള്ള മൈസൂരിൻ്റെ കാഴ്ചകളൊക്കെ അടിപൊളിയാണ് കേട്ടോ. സൺസെറ്റ് സൺറൈസ് ടൈമിൽ പോകുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഔട്ട്ബാക്ക് അഡ്വഞ്ചേഴ്സ് സൂവിൽ നിന്നും 10 കിലോമീറ്റർ മാറി വാട്ടർ അഡ്വഞ്ചേഴ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു സ്പോട്ടാണ് വരുണ ലേക്കിൽ സ്ഥിതി ചെയ്യുന്ന ഔട്ട്ബാക്ക് അഡ്വഞ്ചേഴ്സ്. രാവിലെ 10 മണി മുതൽ 6 മണി വരെയാണ് ടൈമിംഗ് വരുന്നത്. ഇവിടേക്കുള്ള എൻട്രി ഫ്രീ ആണ്. പെഡൽ ബോട്ട്, സ്പീഡ് ബോട്ട്, കയാക്കിംഗ്, റാഫ്റ്റിംഗ് തുടങ്ങി ത്രില്ലിംഗ് ആയിട്ടുള്ള 9 വ്യത്യസ്ത വാട്ടർ ആക്ടിവിറ്റീസ് ഇവിടെയുണ്ട്. ഓരോന്നിൻ്റെയും ചാർജ് വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ലേക്കിനോട് ചേർന്നൊരു കഫേയും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ചെന്നകേശവ ക്ഷേത്രം സൂവിൽ നിന്നും 35 കിലോമീറ്റർ മാറി യുനെസ്കോ പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച ചരിത്ര പ്രാധാന്യമുള്ള ക്ഷേത്രം സോമനാഥപുരയിൽ കാവേരി നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. 25 രൂപയാണ് ഇവിടേക്കുള്ള എൻട്രി ഫീ വരുന്നത്. രാവിലെ 8:30 മുതൽ 5:30 വരെയാണ് എൻട്രൻസ് ടൈം. ഹൊയ്സാല വാസ്തുവിദ്യയിൽ നിർമ്മിച്ച ക്ഷേത്രം ഹിന്ദു പുരാണങ്ങളിലെ സങ്കീർണമായ കൊത്തുപണികൾ, ശില്പങ്ങൾ എന്നിവയാൽ പ്രശസ്തമാണ്. അടുത്തതായി വീഡിയോയിൽ കാണിക്കുന്നത് മൈസൂർ പാലസിന് അടുത്ത് വരുന്ന സ്പോട്ടുകളാണ്. മൈസൂർ പാലസ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് മൈസൂർ പാലസ്. അംബാ വിലാസ് കൊട്ടാരം എന്നും ഇത് പ്രാദേശികമായി അറിയപ്പെടുന്നുണ്ട്. വാഡിയാർ രാജാക്കന്മാർ 14-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഈ കൊട്ടാരം പലവട്ടം തകർക്കപ്പെടുകയും പുനർനിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട്. എല്ലാ വർഷവും നടക്കുന്ന മൈസൂർ ദസറ മഹോത്സവത്തിൻ്റെ പ്രധാന വേദി ഈ പാലസാണ്. മുതിർന്നവർക്ക് 100 രൂപയും കുട്ടികൾക്ക് 50 രൂപയുമാണ് ഇവിടേക്കുള്ള എൻട്രി ഫീ. രാവിലെ 10 മണി മുതൽ 5:30 വരെയാണ് ടൈമിംഗ് വരുന്നത്. ജഗൻമോഹൻ പാലസ് മൈസൂർ പാലസിനടുത്ത് പരമ്പരാഗത ഹിന്ദു വാസ്തുവിദ്യാ ശൈലിയിൽ മനോഹരമായ കൊത്തുപണികളാൽ 1861 നിർമ്മിച്ചതാണ് ഈ കൊട്ടാരം. ജഗൻമോഹൻ പാലസ് ഇപ്പോൾ ഒരു ആർട്ട് ഗാലറിയാണ്. 75 രൂപയാണ് ചാർജ് വരുന്നത്. 9 മണി മുതൽ 5 മണി വരെയാണ് എൻട്രൻസ് ടൈം. സെന്റ് ഫിലോമിനാസ് ചർച്ച് മൈസൂർ പാലസിൽ നിന്നും 2.5 കിലോമീറ്റർ മാറി ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ദേവാലയങ്ങളിലൊന്നാണിത്. ഗോതിക് ശൈലിയിൽ നിർമ്മിച്ചിരിക്കുന്ന ചർച്ച് നിർമ്മാണത്തിലും കാഴ്ചയിലൊക്കെ ഏറെ ആകർഷണീയമാണ്. സൗത്ത് ഏഷ്യയിലെ വലിയ കത്തീഡ്രലുകളിലൊന്നും ഈ സെന്റ് ഫിലോമിനാസ് ചർച്ചാണ്. ഇവിടേക്ക് പ്രവേശനം സൗജന്യമാണ്. രാവിലെ 6 മണി മുതൽ 8 മണി വരെയാണ് ടൈമിംഗ് വരുന്നത്.
1936 മഹാരാജ കൃഷ്ണരാജ വാദിയാർ നാലാമൻ്റെ ഭരണകാലത്താണ് ചർച്ച് നിർമ്മിച്ചത്. ഡാലി എന്ന ഫ്രഞ്ചുകാരനാണ് പള്ളി രൂപകൽപ്പന ചെയ്തത്. ജർമ്മനിയിലെ കൊളോൺ കത്തീഡ്രലിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നിയോ ഗോതിക് ശൈലിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. റെയിൽ മ്യൂസിയം. മൈസൂർ റെയിൽവേ സ്റ്റേഷന് സമീപം 1979 ആരംഭിച്ച ഈ മ്യൂസിയം ഇന്ത്യയിലെ രണ്ടാമത്തെ റെയിൽ മ്യൂസിയമാണ്. ഇവിടെ വിവിധ തരം റെയിൽ എഞ്ചിനുകളും തീവണ്ടിയുടെ ഘടകഭാഗങ്ങളും കൂടാതെ ഒരു ചിത്ര ഗാലറിയും ഉണ്ട്. കുട്ടികൾക്കായി ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന ഒരു ചെറിയ തീവണ്ടിയുമുണ്ട്. 50 രൂപയാണ് ചാർജ് വരുന്നത്. 10 മണി മുതൽ 6 മണി വരെയാണ് എൻട്രൻസ് ടൈം. ചൊവ്വാഴ്ച ദിവസം അവധിയാണ്. ഫോൽക്കലോർ മ്യൂസിയം. കർണാടക സംസ്ഥാനത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുമുള്ള നാടൻ കലകളും കരകൗശല വസ്തുക്കളും പ്രദർശിപ്പിക്കുന്ന ഒരു മ്യൂസിയമാണിത്. ഇവിടേക്കുള്ള പ്രവേശനം ഫ്രീ ആണ് കേട്ടോ. രാവിലെ 10 മണി മുതൽ 5 മണി വരെയാണ് ടൈമിംഗ് വരുന്നത്. ഞായർ അവധിയാണ്. GRS ഫാൻറ്റസി പാർക്ക്. മുതിർന്നവർക്കും കുട്ടികൾക്കും അടിച്ചു പൊളിക്കാൻ പറ്റിയ നിരവധി വാട്ടർ റൈഡുകളും ഡ്രൈ റൈഡുകളുമുള്ള ഫാമിലി വാട്ടർ പാർക്കാണിത്. മുതിർന്നവർക്ക് 1300 രൂപയും കുട്ടികൾക്ക് 1200 രൂപയുമാണ് ചാർജ് വരുന്നത്. 10:30 മുതൽ 6 മണി വരെയാണ് ടൈമിംഗ് വരുന്നത്. സ്നോ പാർക്ക്. GRS പാർക്കിനോട് ചേർന്ന് 10 ഡിഗ്രി സെൽഷ്യസ് താപനിലയിൽ മഞ്ഞിൽ കളിച്ച് രസിക്കാൻ പറ്റിയൊരു സ്പോട്ടാണിത്. ബ്ലിസാർഡ് സ്ലൈഡുകൾ, ആൽപ്പൻ ബ്രിഡ്ജ്, ട്യൂബ് സ്ലൈഡിംഗ്, ഫ്രോസൺ കഫേ തുടങ്ങിയവയാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ്. മുതിർന്നവർക്ക് 600 രൂപയും കുട്ടികൾക്ക് 500 രൂപയുമാണ് ചാർജ് വരുന്നത്. 10:30 മുതൽ 7 മണി വരെയാണ് എൻട്രൻസ് ടൈം. അപ്പ് ഡൗൺ മ്യൂസിയം. GRS പാർക്കിനോട് ചേർന്നാണ് ഈ മ്യൂസിയത്തിൻ്റെയും ലൊക്കേഷൻ വരുന്നത്. മ്യൂസിയത്തിൽ പ്രവേശിക്കുമ്പോൾ തന്നെ തികച്ചും വ്യത്യസ്തമായ ഒരു ലോകം അനുഭവിക്കാൻ നമുക്ക് കഴിയും. അടുക്കള, ഡൈനിങ് ഹാൾ, ലിവിംഗ് റൂം എന്നിവയുൾപ്പെടെ 12 മുറികൾ ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നു. ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുമ്പോൾ തല കീഴായി നിൽക്കുന്നതായി തോന്നും. 450 രൂപയാണ് ഇവിടേക്കുള്ള ചാർജ് വരുന്നത്. പ്ലാനറ്റ് എർത്ത് അക്വേറിയം. GRS പാർക്കിൽ നിന്നും 6 കിലോമീറ്റർ മാറിയാണ് അക്വേറിയത്തിൻ്റെ ലൊക്കേഷൻ വരുന്നത്. വൈവിധ്യമാർന്ന മത്സ്യങ്ങളും സമുദ്രജീവികളും നിരവധി വളർത്തുമൃഗങ്ങളും പക്ഷികളുടെയും കാഴ്ചകളാണ് ഇവിടെയുള്ളത്. 200 രൂപയാണ് ചാർജ് വരുന്നത്. രാവിലെ 10 മണി മുതൽ 6:30 വരെയാണ് ഇവിടേക്കുള്ള എൻട്രൻസ് ടൈം. പെറ്റ്സിൻ്റെ കൂടെ ഫോട്ടോ എടുക്കാൻ എക്സ്ട്രാ ചാർജ് വരുന്നുണ്ട്. വൃന്ദാവൻ ഗാർഡൻസ്. മൈസൂരിൽ നിന്ന് 20 കിലോമീറ്റർ അകലെ മാണ്ഡ്യ ജില്ലയിൽ കാവേരി നദിക്ക് കുറുകെ നിർമ്മിച്ച കൃഷ്ണരാജ സാഗര അണക്കെട്ടിനോട് ചേർന്നാണ് വൃന്ദാവൻ ഗാർഡൻസിൻ്റെ ലൊക്കേഷൻ വരുന്നത്. സംഗീതവുമായി സമന്വയിപ്പിക്കുന്ന മ്യൂസിക്കൽ ഫൗണ്ടനാണ് പാർക്കിൻ്റെ മെയിൻ ഹൈലൈറ്റ്. ഈവനിംഗ് 6:30 മുതലാണ് മ്യൂസിക്കൽ ഫൗണ്ടൻ തുടങ്ങുന്നത്. വിസിറ്റേഴ്സിനായി ബോട്ടിംഗ് സൗകര്യങ്ങളുള്ള ഒരു തടാകവും പൂന്തോട്ടത്തിലുണ്ട്. മുതിർന്നവർക്ക് 100 രൂപയും കുട്ടികൾക്ക് 50 രൂപയുമാണ് ചാർജ് വരുന്നത്. രാവിലെ 9 മണി മുതൽ 8 മണി വരെയാണ് ടൈമിംഗ്. ബൽമുറി ഫാൾസ്. മൈസൂരിൽ നിന്ന് 16 കിലോമീറ്റർ അകലെയുള്ള ചെറിയൊരു ചെക്ക് ഡാമാണ് ബൽമുറി ഫാൾസ് എന്നറിയപ്പെടുന്നത്. വേനൽക്കാലത്ത് ഇതിലേക്കിറങ്ങി കുളിക്കാൻ പറ്റും. ഇവിടെ ബോട്ടിങ്ങും അവൈലബിൾ ആണ്. രംഗനതിട്ടു പക്ഷി സങ്കേതം. ബൽമുറി ഫാൾസിൽ നിന്നും 11 കിലോമീറ്റർ മാറി കാവേരി നദിക്കരികെ 40 ഏക്കറിൽ 6 ചെറുദ്വീപുകൾ ചേർന്നതാണ് രംഗനതിട്ടു പക്ഷി സങ്കേതം. കർണാടകയിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതമാണിത്. മുതലകളെയും പക്ഷികളെയും കണ്ടുള്ള ബോട്ടിംഗ് ആണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ്. 175 രൂപയാണ് ചാർജ് വരുന്നത്. 8:30 മുതൽ 5:30 വരെയാണ് ടൈമിംഗ് വരുന്നത്. പയാന വിൻറ്റേജ് കാർ മ്യൂസിയം. മൈസൂർ പാലസിൽ നിന്നും 13 കിലോമീറ്റർ മാറി മൈസൂർ ബാംഗ്ലൂർ ഹൈവേയിലാണ് മ്യൂസിയത്തിൻ്റെ ലൊക്കേഷൻ വരുന്നത്. രാവിലെ 9 മണി മുതൽ 8 മണി വരെയാണ് ടൈമിംഗ്. 75 രൂപയാണ് എൻട്രി ചാർജ് വരുന്നത്. 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് എൻട്രി ഫ്രീ ആണ്. വിൻറ്റേജ് കാറുകളൊക്കെ ഇഷ്ടപ്പെടുന്നവർ നിർബന്ധമായും കാണേണ്ട ഒരു സ്പോട്ടാണിത്. രാജ്യസഭാ അംഗമായ ഡോക്ടർ വീരേന്ദ്ര ഹെഗ്ഗഡെയാണ് മ്യൂസിയം സ്ഥാപിച്ചത്. കാറുകളോടുള്ള അഭിനിവേശവും സ്നേഹവുമാണ് വിൻറ്റേജ് കാറുകളെ പിൻതലമുറയ്ക്കായി സംരക്ഷിക്കുന്നതിന് മ്യൂസിയം ആരംഭിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. പണ്ടുകാലത്ത് മൈസൂർ രാജാക്കന്മാർ ഉപയോഗിച്ച രഥങ്ങളും 2ാം ലോക മഹായുദ്ധത്തിൻ്റെ പ്രശസ്തമായ ജീപ്പുകളും ഗാന്ധിജി യാത്ര ചെയ്ത കാറും പ്രദർശനത്തിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് കാറുകളുടെയും ബൈക്കുകളുടെയും കളക്ഷൻ ഇവിടെയുണ്ട്. ഇതുകൂടാതെ പഴയകാല ഉപകരണങ്ങളും ശില്പങ്ങളും ആയുധങ്ങളും നമുക്കിവിടെ കാണാൻ പറ്റും.
ടിപ്പു സുൽത്താൻ സമ്മർ പാലസ്. കാർ മ്യൂസിയത്തിൽ നിന്ന് 8 കിലോമീറ്റർ മാറി ശ്രീരംഗപട്ടണത്തിലാണ് പാലസിൻ്റെ ലൊക്കേഷൻ വരുന്നത്. ടിപ്പു സുൽത്താൻ്റെ വേനൽക്കാല വസതിയായിരുന്നു ഈ കൊട്ടാരം. 20 രൂപയാണ് എൻട്രി ഫീ വരുന്നത്. 10 മണി മുതൽ 5 മണി വരെയാണ് എൻട്രി ടൈം. ടിപ്പു സുൽത്താൻ ടോംബ്. ടിപ്പു സുൽത്താൻ തൻ്റെ മാതാപിതാക്കളുടെ ശവകുടീരങ്ങൾ സ്ഥാപിക്കുന്നതിനായി നിർമ്മിച്ചതാണ് ശ്രീരംഗപട്ടണത്തിലെ ഗുംബസ്. 1799 ശ്രീരംഗപട്ടണം ഉപരോധത്തിൽ രക്തസാക്ഷിയായ ടിപ്പുവിനെ ഇവിടെ അടക്കം ചെയ്യാൻ ബ്രിട്ടീഷുകാർ അനുവദിച്ചു. ഇവിടേക്കുള്ള എൻട്രൻസ് ഫ്രീ ആണ്. രാവിലെ 8 മണി മുതൽ 6:30 വരെയാണ് എൻട്രി ടൈം. ഇനി നമുക്ക് മൈസൂരിലെ മറ്റു സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. മുതുമലൈ ടൈഗർ റിസർവ്. ഫോറസ്റ്റ് ട്രിപ്പൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പോകാൻ പറ്റിയൊരു റൂട്ടാണിത്. ഗുണ്ടൽപേട്ടയിൽ നിന്നും 25 കിലോമീറ്റർ മാറി മനോഹരമായ ഫോറസ്റ്റ് റോഡാണിത്. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഒരുപാട് മൃഗങ്ങളെ കാണാൻ പറ്റും. ഗുണ്ടൽപേട്ടയിൽ നിന്നും ബന്ദിപ്പൂർ ഫോറസ്റ്റിലേക്ക് കയറുമ്പോൾ കാറിന് 20 രൂപ എൻട്രി ഫീ ഉണ്ട്. മാൻ, മയിലിനെയൊക്കെ ഒരുപാട് കാണാം. ബന്ദിപ്പൂർ ഫോറസ്റ്റിലൂടെ കർണാടക ബോർഡർ കഴിഞ്ഞ് തമിഴ്നാട് മുതുമലൈ ഫോറസ്റ്റിലേക്കാണ് കയറുന്നത്. ഇവിടെയും കാറിന് 30 രൂപ എൻട്രി ഫീ ഉണ്ട്. ഇവിടെ പ്ലാസ്റ്റിക് വേസ്റ്റ് ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് കാറ് ചെക്ക് ചെയ്യും. ബന്ദിപ്പൂരിനേക്കാളും മുതുമലൈ ഫോറസ്റ്റ് ആണ് ഏറ്റവും കൂടുതൽ മൃഗങ്ങളെ കാണാൻ സാധിക്കുക. കാട് കാണാൻ തന്നെ നല്ലൊരു പച്ചപ്പാണ്. തമിഴ്നാട് നീലഗിരി മലനിരകളുടെ താഴ്വാരത്തിൽ സ്ഥിതി ചെയ്യുന്ന മുതുമലൈ ദേശീയോദ്യാനം കടുവ, പുള്ളിപ്പുലി, ആന, കരടി തുടങ്ങിയ വന്യജീവികളുടെ വിഹാര കേന്ദ്രമാണ്. ഇവിടെ താമസവും ഫോറസ്റ്റ് സഫാരിയും ആന സഫാരിയും ഒക്കെ വരുന്നുണ്ട്. സ്റ്റേ ചെയ്യാൻ മുതുമലൈ ടൈഗർ റിസർവ് വെബ്സൈറ്റിൽ ഓൺലൈനായിട്ട് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. ഫോറസ്റ്റ് സഫാരി ബസ്സിന് മുതിർന്നവർക്ക് 350 രൂപയും കുട്ടികൾക്ക് 175 രൂപയുമാണ് ചാർജ്. രാവിലെ 6 മണി മുതൽ 10 മണി വരെയും ഉച്ചയ്ക്ക് 2 മണി മുതൽ 5 മണി വരെയുമാണ് ടൈമിംഗ് വരുന്നത്. ജീപ്പ് സഫാരിയും അവൈലബിൾ ആണ്. സോ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്.